ലവീസ്. ഇന്ന് നമ്മള് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് തോന്നുന്നു, പഴംപൊരി പോലെ നമുക്ക് ചക്കപ്പഴം കൊണ്ട് ഒരു പൊരി ഉണ്ടാക്കാം. നമ്മള് സാധാരണ നമ്മള് പഴംപൊരി ഉണ്ടാക്കാറുണ്ടല്ലോ, അപ്പൊ അതുപോലെ പഴംപൊരിക്ക് പകരം പഴം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ചക്ക പഴം വെച്ചൊരു ചക്കപ്പഴം പൊരി എന്ന് പറയാം. ഇത് നമ്മുടെ തന്നെ നമ്മൾ ഉണ്ടാക്കിയ വേർഡാണ്, വേർഡ് ഉണ്ടോന്ന് അറിയില്ല, പക്ഷെ നമ്മള് അതാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഞാനൊരിക്കലും ഫ്രെയിമിൽ വരാത്ത, അപ്പൊ ഞാനും കൂടെ ഇന്ന് ഹെൽപ്പ് ചെയ്യാന്ന് വിചാരിച്ചു മമ്മിനെ. അപ്പൊ ഓക്കെ, നമുക്ക് ലെറ്റ്സ് ഡു ഇറ്റ്. അപ്പൊ ഉണ്ടാക്കി നോക്കാം. മമ്മി അപ്പൊ എന്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് ആദ്യം പറയാമോ? അത് പഴംപൊരി ഉണ്ടാക്കുന്ന പോലെ തന്നെ മൈദ, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഷുഗർ, കുറച്ച് ഷുഗർ എല്ലാം കൂടെ മിക്സ് ചെയ്യുക. എന്നിട്ട് പഴംപൊരി ഉണ്ടാക്കുന്ന പോലെ തന്നെ ചക്കപ്പഴം കൊണ്ടാണ് നോക്കി അത് നമ്മൾ എണ്ണയിലേക്ക്. ഓക്കെ, അപ്പൊ നമുക്കിനി എന്താണെങ്കിലും കാണാം. മിക്സ് ചെയ്യണേ. ഓക്കെ ഗൈസ്, അപ്പൊ ആദ്യം തന്നെ നമ്മള് മൈദ എടുക്കുകയാണ്. ഇത് എത്ര അളവൊക്കെ നോക്കിയ കറക്റ്റ് ഇതിന്റെ നമ്മുടെ ഒരു ഇതനുസരിച്ച് ചക്കപ്പഴം കുറച്ചല്ലേ ഉള്ളൂ. നമുക്ക് ഇത്ര കുറച്ചുകൂടി ഉണ്ടായിരുന്നു. എല്ലാവരും കഴിച്ച് ഞങ്ങള് ഇത് ഉണ്ടാക്കുന്നതിന് മുമ്പ് ഞങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഓരോരുത്തരൊന്ന് കഴിച്ച് തീർച്ചയായും ഇപ്പൊ കുറച്ചുള്ളതുകൊണ്ട് അതനുസരിച്ചിട്ടുള്ള അതൊരു കണക്കില്ല. വേണമെങ്കിൽ ഒരു കപ്പെന്ന് പറയാം. നമ്മളൊരു കപ്പുണ്ടോ? ഒരു കപ്പ് കഷ്ടി. കുറച്ചുണ്ട് ശബ്ദം, ചെറിയൊരു വൈകാരിയുണ്ട്. നമ്മള് മൈദ വെച്ചിട്ടു, ഉപ്പിട്ടു, മഞ്ഞളിട്ടു, ഇച്ചിരി ഷുഗർ ഇട്ടു. നമ്മൾ വെള്ളം വെച്ച് മിക്സ് ചെയ്യാണ്. നമ്മള് എണ്ണ കുറച്ച് സിമ്മിലാക്കിയിട്ട് എണ്ണ ചൂടാക്കുകയാണ്. ഇത് മതി കേട്ടോ. ഓക്കെ, സോ ഈ ഒരു കൺസിസ്റ്റൻസി വന്നാൽ മതി. സോ മാവ് അധികം ടൈറ്റ് ആവാനും പാടില്ല, ഒത്തിരി ഇതാവാനും പാടില്ല, ഒത്തിരി ലൂസ് ആവാനും പാടില്ല. അങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. പഴംപൊരി ഉണ്ടാക്കുന്നതിൻ്റെ സെയിം കൺസിസ്റ്റൻസിയിൽ മതി. അപ്പൊ നമുക്കിത് എപ്പോഴും ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ചക്കപ്പഴം ഉള്ളപ്പോഴല്ലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ചക്കയുടെ സീസൺ ആകുമ്പോഴേ നമുക്ക് ഈ ഒരു ഐറ്റം പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ചക്കകൾ ഒത്തിരി ഉണ്ടെങ്കിൽ ചിലവർക്ക് ഒത്തിരി ചക്ക കിട്ടും അല്ലേ? നമുക്ക് വീട്ടിലെ ചക്ക പ്ലാവ് കൃഷിയുള്ള കാരണം അതുകൊണ്ട് നമുക്ക് ഒത്തിരി ചക്കയുണ്ട്. അപ്പൊ നമുക്ക് കുറെ വെറൈറ്റീസ് ഓഫ് സാധനങ്ങൾ ചെയ്യാം. നമ്മള് നമ്മൾ ചൂടായതറിയാൻ മാവ് ഒരു ഇത്തിരി ഇട്ട് അത് പൊങ്ങി വരുമ്പോഴത്തേക്കും കറക്റ്റായി എന്നാണ് ഷാൻജിയോ പഠിപ്പിച്ചേക്കുന്നത്. എന്തായാലും ഞാനിത് ആദ്യമായിട്ടായിട്ട് ട്രൈ ചെയ്യണേ. മമ്മീന് മുമ്പ് ആണോ? പക്ഷെ ഞാൻ കഴിച്ചിട്ടില്ല. ഉണ്ടാക്കിയിട്ടുണ്ടോ മമ്മി? മറന്നായിരിക്കും. ഇത് നമ്മള് പഴംപൊരി ഉണ്ടാക്കുന്നതിന്റെ പോലെ തന്നെ ഈ പഴംപൊരി ഉണ്ടാക്കുമ്പോഴും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കറക്റ്റ് നോക്കി നിന്ന് മറച്ചിട്ട് കരിക്കാതെ എടുക്കണം. അതൊരു ടാസ്കാണല്ലേ. ചിലവർക്ക് മൊരിഞ്ഞതാണ് ഇഷ്ടം. എനിക്ക് ഇത്തിരി
ഇങ്ങനെ കറുത്ത് വരുന്ന ഇഷ്ടം. ആണല്ലേ? ആ എനിക്കും അതാ ഇഷ്ടം മമ്മി. പഴംപൊരി ആണെങ്കിലും അതെ, എനിക്ക് കുറച്ച് ക്രിസ്പി ആയിരിക്കണം. അതിലൊരു പ്രത്യേക ടേസ്റ്റ് അതിന്. യമ്മി യമ്മി യമ്മി. തേനുവിന് ഭയങ്കര ഇഷ്ടമാണ് ചക്ക. അത് ചുമ്മാ ചക്ക കഴിച്ചോണ്ടിരിക്കുകയായിരുന്നു. കഴിച്ചോളൂ. ചക്രത്തിന്റെ മധുരം അനുസരിച്ച് ഷുഗർ വേണേ ഇട്ടാൽ മതി കേട്ടോ. അപ്പൊ നല്ല മധുരമുള്ള ചക്കയാണെങ്കിൽ അത്രയും. അതെ, ഇതിന് നല്ല മധുരം ഉള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഒത്തിരി പഞ്ചസാര ഇട്ടിട്ടില്ല. ചെറിയ കുറച്ചൊരു മധുരം കിട്ടാനായിട്ട് മാവിനുള്ളൊരു. ശരിക്കും ഞാൻ പറഞ്ഞിട്ടേ ഇതിങ്ങനെ ഉണ്ടാക്കാന്ന് എന്നോട് പറഞ്ഞ ആരറിയോ? എന്റെ അനിയത്ത് തന്നെ ഓസിയമ്മ. ഓസിയമ്മയുടെ റെസിപ്പിയാണത്. അവളെ ദിവസം ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയപ്പോഴും എന്നടുത്ത് പറഞ്ഞു, ബോളി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിന് ചിലപ്പോൾ കുറച്ചിത് മിച്ചം വരുമല്ലോ ഈ മാവേ. അന്നേരം അറിയാം എന്നോട് ചക്കപ്പഴം ഇട്ടാൽ മതി. അങ്ങനെയാണ് ഞാനിത് തുടങ്ങിയത്. അതിനൊന്നും അറിയില്ലായിരുന്നു കേട്ടോ. അടിപൊളി. ഇപ്പൊ ഐജന്റിയുടെ ഡിസ്കവറി ആണല്ലോ ഇത്. അതെ അതെ അതെ. പിന്നെ നമ്മൾ പച്ചക്കായ ഇതൊക്കെ ഉരുളക്കിഴങ്ങൊക്കെ നമ്മൾ ചെയ്യുമായിരുന്നല്ലോ വേറെ ബജ്ജി ഉണ്ടാക്കുന്നവരൊക്കെ. ഓക്കെ. പക്ഷെ ഞാൻ ഈ ചക്ക വെച്ച് കഴിച്ചേക്കുന്ന ഈ ചക്ക അട, പിന്നെ ചക്ക ഞങ്ങളിവിടെ ചക്ക പഴത്തുനിന്ന് പകരം ജസ്റ്റ് ചക്കാന്നേ പറയുള്ളൂ. ചക്ക പുഴുക്ക് അവിടെ അധികം കഴിക്കാറില്ല ഇവിടെ എറണാകുളത്ത്. അപ്പൊ നമ്മള് ജസ്റ്റ് ചക്കപ്പഴത്തിന് ചക്കാന്നാ പറയണേ. ചക്ക ചുമ്മാ കഴിക്കും. പിന്നെ ചക്ക അട, പിന്നെ ചക്കയുടെ പായസം, ഇങ്ങനത്തെ ഒരു 3-4 ഐറ്റംസാ നമ്മളിവിടെ പൊതുവെ കഴിക്കണേ. ഇതൊക്കെ ഓരോരോ വെറൈറ്റി തിങ്സാണ്. സോ അങ്ങനെ ഞങ്ങൾ ചക്കപ്പൊരിയൊക്കെ ഉണ്ടാക്കി ഈവനിങ് സ്നാക്സ് ആയിട്ട് കഴിക്കുകയാണ്. സോ ഡോണും വന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കുകയാണ്. എന്താണെങ്കിലും പഴംപൊരി ഉണ്ടാക്കുന്ന പോലെ തന്നെ എളുപ്പമായിട്ടുള്ളൊരു സംഭവമാണ്, ഒരു വെറൈറ്റി സംഭവമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഈ ഒരു കാര്യം ഞാൻ എപ്പോഴും പറയാൻ വിട്ടുപോകും. സോ ഇതാണ് കാര്യം. ഇഫ് യു ലൈക്ക് മൈ ചാനൽ, ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ് ഓൺ മൈ ചാനൽ. സോ വീണ്ടും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ.